ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 തൂമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്നതിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുതണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ളവരാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരുന്നു. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി ഉത്ഥാനവും ഉണ്ടായി. ആദ്യത്തിൽ എല്ലാവരും ഭരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിച്ചു. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുണ്ട് വാഴ്വേണ്ടി മരണമെന്ന അവസാന ശത്രുവും നശിച്ചു. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. അവൾ സക്രിയാവിന്റെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ ഞാൻ ആര്? എന്തെന്നാൽ ഇതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് തന്നോട്
എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും. എന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തൻ്റെ കരുണയുണ്ടായിരിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുകയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്തതുപോലെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഒഫീഷ്യലായിട്ട് പ്രസംഗത്തെ പ്രത്യേകിച്ച് ക്രമങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള നമുക്കെല്ലാം പ്രാർത്ഥനാപൂർവം ഇതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ക്രമങ്ങളിലൊക്കെ കഴിവുള്ള മുഖേന നമ്മളെത്രയും ഒന്ന് കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. വിജയന്റെ ഹൃദയയുടെ കൂടിയ മോഡലേറ്റവും ഈ ഇടവകയുടെ സ്വന്തവുമായ ബഹുമാനപ്പെട്ട ജോസഫ് അജി ചുരുക്കാരൻ ചെയ്തു വെച്ച നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫൊറോനയുടെ ഫൊറോനകാരി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കമ്പറത്തുറപ്പിലച്ച നമ്മുടെ ഇടവക വികാരി സ്നേഹവും ആഗ്രഹവും നിറഞ്ഞ ജോർജച്ച, പ്രിയപ്പെട്ട ജോബച്ച, മറ്റ് സഹകാരികരായ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സന്യസ്തരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞി മക്കളെ, ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും ഈ ജൂബിലി മഹോത്സവത്തിന്റെയും ഒപ്പം സ്വാതന്ത്ര്യ ദിനത്തിന്റെയും എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹവും ഒത്തിരി സ്നേഹത്തോടുകൂടി ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഉള്ളിലൂടെ ആത്മാവിനെ ജ്വലിപ്പിച്ച് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ആ വലിയ തിടുക്കം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുക. 1950 നവംബർ മാസം 1-ാം തീയതി പയസ് 12-ാമൻ പാപ്പ മുനിഫിക്കേറ്റിവോസ് ദേവോസ്, അതായത് the most bountiful God, ഏറ്റവും ഔദാര്യമുള്ള ദൈവം എന്ന തിരുവെഴുത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു. തന്റെ ഭൗമിക ജീവിത കാലഘട്ടം പൂർത്തിയായപ്പോൾ സ്വർഗീയ മഹത്വം ദൈവികമായി വെളിവാക്കപ്പെട്ട, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ലാത്ത, ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞു മാത്രം വിവേചിച്ചറിയുവാൻ അനുഭവിക്കുവാൻ കഴിയുന്ന വലിയ ദൈവിക സത്യമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് രഹസ്യം എന്ന് പാപ്പ പറയുകയാണ്. ക്രൈസ്തവ പ്രത്യാശ ശക്തിപ്പെടുത്തുന്ന ഒരു ആഘോഷമാണ്, തിരുനാളാണ്
പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിന്മ വെറും ഭൗതിക വസ്തുവല്ല. 3-ാമത്തെ തിരുവചനത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങൾ അറിയുന്നില്ല. നാം ഓരോരുത്തരും ദൈവം കുടികൊള്ളുവാൻ, ദൈവം വസിക്കുവാൻ, ദൈവം ജീവിക്കുവാൻ, ദൈവം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാൻ വാഗ്ദാനമാകുന്ന ഉദ്ധിതന്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ജീവിതങ്ങളെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അങ്ങയുടെ മക്കളിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സഭയെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ലിയോ 14 പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും പ്രത്യേകമായി അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിനെയും ഇന്നത്തെ കൃതജ്ഞതാബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ജസ്റ്റിൻ പിതാവിനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ രക്ഷാകര പദ്ധതിയുടെ അംഗങ്ങളായി, അങ്ങേ സ്നേഹത്തിന്റെ അനുയായികളായി പ്രചോദിക്കുവാൻ ഇവരെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുനാമന്റെ നിത്യഭാഗത്തിൽ പങ്കുവരാൻ അങ്ങ് വിളിച്ച് അഭിഷേകം ചെയ്ത എല്ലാ വൈദികരെയും പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും ഇന്ന് ഈ തിരുവനന്തപുരയിൽ കൃതജ്ഞതാബലി അർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിലൂടെയും ജീവിത മാതൃകയിലൂടെയും തങ്ങളെ വരവേൽപ്പിച്ചിരിക്കുന്ന അതിർകളത്തെ അങ്ങേ പക്കലേക്ക് ആനയിക്കാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളാലും അവരെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിലും പരിപാലനയിലും ഞങ്ങളുടെ ഇടവക 50 വർഷങ്ങൾ പിന്നിട്ടതിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളിലൂടെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുന്നതിനും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും വളരുന്നതിനും ഇടയാക്കണമേ. വരാനിരിക്കുന്ന വർഷങ്ങളിൽ സുവിശേഷത്തിൽ വെളിച്ചം പകരുവാനും പാവങ്ങളെയും അശരണരെയും സഹായിക്കാനും സമൂഹത്തിന് നന്മയുടെ സാക്ഷികളാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹിക്കുന്ന ദിനത്തിൽ തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ മാതാവിന്റെ വിശ്വാസവും വിനയവും സ്നേഹവും അനുസരണവും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥനമേ. ഈ പുണ്യദിനത്തിൽ ഭാരതത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിനായി ത്യാഗം ചെയ്ത എല്ലാ മഹത്വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികളുടെ ജ്ഞാനം വിവേകവും നൽകണമേ. എന്നും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല പൗരന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും തൃക്കരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് എല്ലായ്പ്പോഴും അവരെ കാത്തുകൊള്ളണമേ. എല്ലാ യുവജനങ്ങളും യുവാവായ ശ്രീനാഥന്റെ ജീവിത മാതൃകയും പ്രചോദിക്കപ്പെടുവാനും എല്ലാ കുഞ്ഞുമക്കളും ബാലനായ ഈശ്വരനെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയും വളരുവാനും ആവശ്യമായ കൃപകളാൽ അവരെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് മരണമടഞ്ഞ എല്ലാ വൈദികരെയും സന്യസ്തരെയും അന്മായ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഞങ്ങൾ അനുഭവിച്ച സ്നേഹത്തിനും പരിപാലനത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ തിരുരക്തത്താൽ അവരുടെ ആത്മാക്കളെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യാനന്ദ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിന്റെ ആരംഭവും പ്രതീക്ഷയുമായി തീർത്ഥാടക ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും അടയാളമായി കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എഴുതപ്പെട്ടു. എല്ലാ ജീവനെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രൻ അത്ഭുതകരമായി ജന്മം നൽകിയ അവൻ കല്ലറയിൽ അണിയുന്നത് കാണുവാൻ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ ആഹ്ലാദപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങൾ സമുചിതമായ നീ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ഭക്ഷിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, പാപിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു, ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. നീതികൾക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും.
സഹായം നേരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ദേവപാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ പിതാവിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണം. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണം. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം നൽകണമേ. ഞങ്ങളുടെ സഹോദരി ഈ ലോകത്തിൽ കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വം നിത്യമായി സംതൃപ്തിയാക്കപ്പെടുന്നു ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല അനുഗ്രഹം അങ്ങ് ലോകത്തിന് മേലെ വർഷിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ
നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കാനാണ് ഞാൻ എത്തുക. ഞാൻ പറഞ്ഞ 5 മിനിറ്റിലൂടെ നടത്തിക്കൊള്ളാം. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. നമ്മളെ ജൂബിലി ആഘോഷം ഭൗതികമായ ആഘോഷം, നമ്മൾ ആത്മീയമായ ആഘോഷങ്ങൾ നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങി. അത് മര്യാദയില്ല. 4 വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ 1 മണി വരെ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം ആരാധന ഇരിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആരാധന കൂടിയാണ് ആരാധന അവസാനിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ ജൂബിലിക്ക് വേണ്ടി ആത്മീയമായി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശക്തമായ മഴയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ മഴ പെയ്യുന്നില്ല. അതിന്റെ കാരണം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നടത്തിയ എല്ലാ കാര്യങ്ങളെയും ഇവിടെ നടത്തിയ എല്ലാ ആധ്യാത്മികമായ എല്ലാ ആഘോഷങ്ങളിലും പ്രവൃത്തി നമുക്ക് അനുകൂലമായി കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടവാങ്ങളായിട്ടുള്ള അമ്മച്ചുമാരും നമ്മുടെ ഇടവയെ സ്നേഹിക്കുന്ന കുറച്ച് ചേച്ചിമാരും നിരന്തരമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാര്യം വെള്ളിയാഴ്ച പ്രാർത്ഥന എല്ലാവർക്കും കടന്നു വരുന്നുണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ ആത്മീയമായിട്ടുള്ള ഒരുക്കം നമ്മൾ ദീർഘനാളുകൾ തന്നെ തുടങ്ങി കഴിയുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒത്തിരി കാര്യങ്ങൾ എന്ന് പറയാനുണ്ട്. വളരെ ചെറിയ സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങി. നമ്മുടെ യുവജന സുഹൃത്തിൽ അവരുടെ വീഡിയോ 10 മിനിറ്റ് നിൽക്കുന്നത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ വീട്ടിൽ നമ്മൾ കുർബാന ആരംഭിച്ച് അങ്ങനെയാണ് ഇത് കാണുന്ന മനോഹരമായ നിയമങ്ങളും നമ്മുടെ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഉള്ള എല്ലാ കുടുംബങ്ങളിലും എല്ലാ സാമ്പത്തിക പദ്ധതികളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കൊക്കെ കാര്യമായിട്ടുള്ള എല്ലാ വൈദികരും നേരിട്ട് പോയി കമ്മിറ്റികളും അച്ഛൻ വിചാരിച്ച് പോയി നേരിട്ട് പോയി വിളിച്ചതാണ്. പക്ഷേ ആരോഗ്യകരമായ കൊണ്ട് മാസ്റ്റർമാർക്കില്ല വിളിച്ച് ആരോഗ്യകരമായ ബുദ്ധിമുട്ടുണ്ട്. മറ്റു വൈദികർക്ക് അറിയാം കുറവുള്ള ദിവസമാണ്. നാളെ ഞായറാഴ്ചയാണ്. ഒത്തിരി ദൂരങ്ങളിലാണ് നമ്മൾ വിചാരിച്ചമാരൊക്കെ ആയിരിക്കുക.
പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നത് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യഭോജസാഭിച്ചു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നവും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു വലിയ പദ്ധതിയാണ് ജൂബിലി സ്മാരകം പണിയുക എന്നുള്ളത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. മംഗളാപുരത്തിൽ നമ്മോടൊപ്പം ഉള്ള പാലക്കാട് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ഇത്രയും ബഹുമാനപ്പെട്ട ജി ഭഗവാൻ സാറുണ്ട്. സാറിന്റെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാപൂർവ്വം ഇതിൽ പങ്കുചേർന്നു. ചരിത്രം വിശ്വസിക്കുന്ന തുടക്കം മുതലുള്ള ഒരു വളരെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ അവതരിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഒന്ന് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് പ്ലേ ചെയ്യാമായിരുന്നു. 1976 ഓഗസ്റ്റ് 15 ജനിച്ച സമയത്ത് സ്ഥലം മേടിക്കുന്ന സമയത്ത് ഒരു വീടാണ് അവിടെ. ആ വീട്ടിലാണ് അവിടെ വീട്ടിനകത്താണ് കുർബാനയിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് അച്ഛൻ്റെ പരിശ്രമ ഫലമായി പുതിയ പള്ളി ഇവിടെ ആരംഭിക്കുവാൻ തീരുമാനം. ജർമ്മനൊക്കെ അച്ഛൻ വന്നിട്ടാണ് പിന്നെ ഇവിടെ പള്ളി പണിക്കുള്ള ആരംഭത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങി. ഇവിടെ ഈ പറമ്പില് ഒരു മനുഷ്യൻ പകൽ പോലും ഒറ്റയ്ക്ക് വരില്ലായിരുന്നു. അത്ര ഭീതിയുള്ള സ്ഥലമായിരുന്നു. അത്ര മോശമായിരുന്നു. എല്ലാ അത്രയും കണ്ടിട്ടുണ്ട്. എല്ലാ അടുത്തില്ല പറമ്പിൽ നന്നായിട്ട് ഓരോ സമയങ്ങളിൽ പറവൊരുക്കിക്കൊണ്ട് മണിയിലെ ആൾക്കാരെ വാണിരുന്നുണ്ട്. അങ്ങനെ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അത് എനിക്ക് തോന്നുന്നത് ദൈവം അറിയിച്ചത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് തന്നത് ഈ സ്ഥലം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴാണ് ഗവൺമെന്റ് പിതാവാരമനെ എന്നുള്ള പൈസ ഇട്ടിട്ട് നമ്മുടെ ഈ പള്ളി ആരംഭിക്കുന്നത്. ഡേറ്റൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാർച്ച് 21-ാം തീയതി തെരഞ്ഞെടുക്കും. എന്തായിരുന്നാലും ഗവൺമെന്റിനെ ചെന്നൊന്നും പണി ചെയ്തു. അദ്ദേഹം
എല്ലാ വീടുകളും സന്ദർശിക്കും. എല്ലാ യുവാക്കളെയും എല്ലാ വിഭാഗമാരെയും സംഘടിപ്പിച്ച് ഒരു കൂട്ടായ്മ എന്നത് അത് കൂട്ടായ്മ ശക്തമാക്കി ഒരു മാനേശ്വർ പണിയാണ് ആഗ്രഹം പുതിയ അധ്യായം തുറക്കാനുള്ള അവസരം കൂടിയാണ്. വിശ്വാസത്തിന്റെ 50 വർഷങ്ങൾ, സ്നേഹത്തിന്റെ കൂട്ടായ്മ, പ്രത്യാശയുടെ പുതിയ യാത്ര. നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മനോജ് മുത്തേടൻ, നമ്മുടെ വിശിഷ്ടാതിഥി എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അത്രയും ബഹുമാനപ്പെട്ട G. പത്മകുമാർ സാർ, പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് സിവിൽ ജഡ്ജ് പാലക്കാട്, നമ്മുടെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ ജയന്റ കൊരിയ, നമ്മുടെ ഫാദർ ജോസഫ് കാക്കറാഞ്ചേരി, വേദിയിലിരിക്കുന്ന ബഹുമാനിയരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപതയുടെ സഹായപത്രാനായ അന്ന് മുതൽ നമ്മുടെ അന്നും വിജയായിരുന്നപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പെരുമ്പാവൂർ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി ഉണ്ടാകുകയും നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന പിതാവിന് ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സാധിച്ചു. ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ എല്ലാ ജനഹൃദയങ്ങളിലും സ്ഥാനം നേടാനായിട്ട് സാധിച്ചു. കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് ഒരു MLA ആദ്യമായിട്ടാണ് നമ്മുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലുണ്ടാകുക. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ സ്നേഹവും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവവും സാധാരണക്കാരെ അവരിൽ എത്തിച്ചേരാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ വിശാലമായ മനോഭാവം കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി 24,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത് ഒരു ക്രൈസ്തവനായതുകൊണ്ടോ കത്തോലിക്കനായതുകൊണ്ട് മാത്രമല്ല, ജാതി മത ഭേദങ്ങൾക്കപ്പുറം എല്ലാവരും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതുകൊണ്ട് മാത്രമാണ് വലിയ വിജയം നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അത് നമുക്ക് അഭിമാനമാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുകയും നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ പത്മകുമാർ സാർ, നിയമം നടപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ എത്രയും ബഹുമാനപ്പെട്ട G. പത്മകുമാർ സാറിനെ നിങ്ങൾ എല്ലാവരുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇടവാംഗമായ അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ കടന്നു വന്നിരുന്നു. എന്നാലും നഗരസഭ ശ്രീ അഭിലാഷ് PS ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മനോജ് മുത്തേടൻ, നമ്മുടെ കൂടെ ഇന്നായിരുന്ന നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന പാലക്കാട് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആൻഡ് സിവിൽ ജഡ്ജ് ആയിരിക്കുന്ന സ്നേഹവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട G. പത്മകുമാർ സാർ, നമ്മുടെ ഫൊറോന വികാരിയച്ഛൻ ഫ്രാൻസിസ് കമ്പോർത്തുറങ്കരച്ച, നമ്മുടെ രൂപതയുടെ കൂരിയ മോഡറേറ്റർ വലിയ ബഹുമാനപ്പെട്ട അജി ജോസഫ് ചെറുക്കാക്കറാഞ്ചേരിയച്ച, വികാരിയച്ഛൻ ഫാദർ ജോർജ് പുത്തുമ്പറമ്പിൽ, നമ്മുടെ ഇടവക സെക്രട്ടറി ശ്രീ മാൻ ജോബ്,
കുരുകിയിൽ ഈ വേദിയിലായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, യുവജനങ്ങളെ, എൻ്റെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, 7:45 അച്ഛൻ കുറേ നേരമായിട്ട് പറയുന്നത് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടെന്നൊക്കെ. ഞാൻ 12 മിനിറ്റ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് 18-20 മിനിറ്റ് പ്രസംഗിച്ചു പോയി. ഇനിയും ഞാൻ അധിക പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിലും അച്ഛൻ പറഞ്ഞു മീറ്റിങ്ങിൽ വന്നിരിക്കണം, പിതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നിരുന്നതാണ്. ഏതൊക്കെയാലും നിങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ഈ സുവർണ ജൂബിലിയുടെ എല്ലാ പ്രാർത്ഥനയും മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് രൂപതയ്ക്ക് നിങ്ങളോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു. രൂപതയുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയുടെ പങ്കുചേരാൻ ഈ പെരുമ്പാവൂർ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരി പിതാവിൻ്റെ പേരിലും രൂപതയിലുള്ള എല്ലാവരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ നൽകിയ വലിയ സമ്മാനമാണ് നമ്മുടെ രൂപതയ്ക്ക് നിങ്ങൾ നൽകിയ 4 വൈദികര്, ഒപ്പം സിസ്റ്റേഴ്സും ഉണ്ട്. വൈദികര് 4 പേരെ നിങ്ങൾക്ക് നൽകി, 4 പേരെ നൽകി സഭയ്ക്ക് നൽകി, 3 പേരെ വിജയപുരം രൂപതയ്ക്ക് നൽകി. സിസ്റ്റേഴ്സ് 2 പേരെ സഭയ്ക്ക് നൽകിയെങ്കിലും ഒരാളെ നിങ്ങൾ വിജയപുരം രൂപതയ്ക്ക് നൽകിയിട്ടുണ്ട്. രൂപതയ്ക്കുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് ആ ചരിത്രമൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒത്തിരിയേറെ പരാധീനതകളും പരിമിതികളും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് വചനം കേട്ട് വചനം ധ്യാനിച്ച് വചനം ജീവിച്ച ഒരു സമൂഹമുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വചന പ്രഘോഷണങ്ങളൊന്നും അത്രയ്ക്കിങ്ങോട്ട് സ്പാർക്കാകാത്തതിൻ്റെ കാരണം ഒരു ത്യാഗം നമ്മുടെ മനസ്സിലില്ലാത്തതാണ്. നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് വചനം പ്രഘോഷിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെമിത്തേരി തന്നെയാണ്, പിന്നെ ഒരു വിശ്വാസ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ബാക്കി എല്ലാവർക്കും ഒരുവിധമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ദേവാലയം. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ആ പഴയ കാര്യങ്ങളും കഥകളൊന്നും അറിയില്ല. ഒരു കോലക്കുടിലിൽ, ഒരു കുഞ്ഞു കുടിലിനകത്ത് ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അവിടെയൊക്കെ ദൈവ ആശ്രയം വളരുകയാണ്. ഇന്നെല്ലാ സൗകര്യങ്ങളുള്ളപ്പം ദൈവത്തെ മറക്കാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ്. നാലാമതായിട്ട് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യ നാളുകളിൽ ഇതിൻ്റെ ശൈശവദശയിൽ തന്നെ ദേവാലയം വളരുന്ന ആഴ്ചകളിൽ ഞങ്ങൾ ഓരോ വീടുകളിലും ചെന്ന് കല്ലും മണ്ണും സിമന്റും ഒക്കെ ചേർത്ത് വെച്ച് വീടുകളൊക്കെ പണിത് കൊടുത്തെന്ന് പറയുന്നു. എന്ത് സുന്ദരമാണ് ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നും ഇപ്രകാരം ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളായി വളരാൻ നിങ്ങൾക്ക് കഴിയണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവം ഒത്തിരിയേറെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞു ഞങ്ങളുടെ മക്കൾ പഠിച്ചു, ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, കുറേ അധികം പേര് വളർന്നിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെ മറക്കാതിരിക്കാൻ, ദൈവസ്നേഹത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ദിനത്തിൻ്റെതായിട്ടുള്ള മംഗളങ്ങൾ നേരുകയും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. നന്ദി. രൂപതയുടെ സഹായമെത്താൻ അഭിവന്ദ്യ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ നടത്തിപ്പറമ്പിൽ പിതാവ്, ഏറ്റവും ബഹുമാനായിട്ടുള്ള പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ്
ജി പത്മകുമാർ സാറ്, ബഹുമാനായിട്ടുള്ള ഇടവക വികാരി റവറൻഡ് ഫാദർ ജോർജ് കുട്ടൻപറമ്പ്, ബഹുമാനായിട്ടുള്ള മൂവാറ്റുപുഴ ഫൊറോന വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ഫ്രാൻസിസ് കമ്പോളത്ത് പറമ്പിൽ, രൂപതയുടെ മോഡറേറ്റർ റവറൻഡ് ഫാദർ ജോസഫ് ചോക്കാശ്ശേരി, പെരുമ്പാവൂർ സെൻറ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഈ ദേവാലയത്തിന്, പരിശുദ്ധ ദേവാലയത്തിൽ 50 വർഷക്കാലത്തെ ഏറ്റവും മഹനീയമായിട്ടുള്ള സേവനത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ് നമ്മുടെ നാടിനാകെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത്. ഒരുപാട് ഛിന്ന ഭിന്നമായി കിടന്ന വീടുകളിൽ മുഴുവൻ കൂട്ടിയിണക്കി പരിശുദ്ധമായ മനോഹരമായ ഒരു ദേവാലയം പടുത്തുയർത്തി ഇവിടെയുള്ള എല്ലാ വിശ്വാസ സമൂഹത്തിനും ആത്മീയമായ ചൈതന്യം നൽകുന്ന ഏറ്റവും വലിയ ഒരു ആലയമാണ് നമ്മുടെ ഈ ദേവാലയം. എല്ലാ ആകുലതകളും അതെല്ലാം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇറക്കി വെക്കുമ്പോൾ വലിയ അനുഗ്രഹമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഒരുപാട് പേർ നമ്മുടെ ചാപ്പലിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അവർക്ക് വലിയ അനുഗ്രഹമൊക്കെ ലഭ്യമാകുമ്പോൾ ഈ ദേവാലയം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ചൊറിയുന്ന ഏറ്റവും വലിയ പ്രകാശ ഗോപുരമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ 50 വർഷക്കാലം പൂർത്തിയാക്കുന്ന വേളയിൽ, അതിന് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ സുവർണ ജൂബിലി ആഘോഷം, സുവർണ ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള ആശംസ നേരുകയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ അഭിവന്ദ്യ പിതാവ് പറഞ്ഞതുപോലെ 50 വർഷക്കാലം മുൻപ് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മുടെ ദേവാലയം പണിതുയർത്തിയത്. വളരെ ചെറിയ സാഹചര്യത്തിൽ തുടങ്ങിയ ദേവാലയമാണ്. ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ഒരുപാട് പേർ ഈ ദേവാലയത്തിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ 50 വർഷക്കാലം മുൻപുള്ളൊരു ചിത്രമെടുത്താൽ വളരെ കുറച്ച് പേരാണെന്ന് ഈ ദേവാലയത്തിൻ്റെ പിന്നിലുള്ളത്. വളരെ കുറച്ച് പേർ ചേർന്ന് ഒരു ദേവാലയം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ച് അതിൻ്റെ പരിപൂർണമായ വിജയത്തിൽ 50 വർഷക്കാലം പൂർത്തീകരിക്കുന്ന വേളയാണ്. അപ്പോൾ ഈ വേളയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുവർണ ജൂബിലിയുടെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നൊരു വേളയിൽ ഇനിയും ഒരുപാട് നമുക്ക് ഈ പള്ളിയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ആ പ്രസൻറ്റേഷനിൽ ഒരു അമ്മ പറയുന്നുണ്ട്, കല്ലും മണ്ണും ചുമന്ന് ഞങ്ങൾ പണിതുയർത്തിയ ഒരു ദേവാലയമാണിത്. വളരെ എളിയ നിലയിൽ തുടങ്ങിയ ആ ദേവാലയം ഇന്ന് 2026 വളരെ മനോഹരമായ ഒരു രമ്യകർമ്മമായി ഈ നാടിൻ്റെ വിളക്കായി, ഈ നാടിൻ്റെ ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ മഹനീയതയാണ് ഈ ദേവാലയം ഈ നിലയിൽ ഉയരാൻ കാരണം. ദേവാലയത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഭൗതികമായ ഉയർച്ച, അതുപോലെ തന്നെ അവരുടെ ആത്മീയമായ ഉയർച്ച, ഇതെല്ലാം ഈ ദേവാലയത്തിൻ്റെ ചൈതന്യത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചു കാണുവാനും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എല്ലാവിധ ആശ്രയവുമായിട്ട് ഈ ദേവാലയം മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ദേവാലയത്തിൻ്റെ പെരുന്നാൾ ഉത്സവത്തിന് അന്ന് അതിൻ്റെ പന്തൽ നാട്ടിൽ കർമ്മത്തിൽ അന്നത്തെ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോടൊപ്പം പങ്കെടുക്കുവാനും അന്ന് എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ അച്ഛൻ എന്നോട് പറഞ്ഞു, ജൂബിലി സമ്മേളനത്തിൽ എന്തായാലും വന്നേ പറ്റൂ. സത്യത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സത്യത്തിൽ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് വീണ്ടും എന്നെ വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ അവിടെ 1-2 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ പരിപാടി ഇന്ന് 6:30 തുടങ്ങുമെന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ അവിടുന്ന് പോന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടവരാണ് ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്ന് പടുതുയർത്തപ്പെട്ട ഒരു വിശ്വാസ സമൂഹം. അതാണ് അടിത്തറയെ പാകിയിട്ടുള്ളൂ 50 വർഷങ്ങൾ. ഇനിയും കാലങ്ങൾ ഒത്തിരിയേറെ മുന്നോട്ട് പോകാനുണ്ട്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കണം, ശതാബ്ദി ആഘോഷിക്കണം, വീണ്ടും നൂറ്റാണ്ടുകളുടെ സഹസ്രങ്ങളുടെ ജൂബിലിയൊക്കെ നമ്മുടെ പിൻതലമുറക്കാർക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അപ്പം ആഘോഷവേളയിൽ ഇപ്പോൾ നമ്മൾ പണിതു വെച്ചിരിക്കുന്ന, നമുക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഈ അടിത്തറ അത് കൂടുതൽ ശക്തമായി
മുന്നോട്ട് പോകുവാൻ, ആ അടിത്തറമേൽ നല്ല രീതിയിൽ പടുതുയർത്തുവാൻ ഓരോ കല്ലും ചേർത്ത് വെക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ. സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞ് അവിടെ പോയിരുന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഈ നമ്മുടെ ഈ MC റൂട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് 90-92 കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിനു മുമ്പും പല അപകടങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ എതിർവശത്തുള്ള കുറേ കുടുംബങ്ങളുണ്ട്, ഹൈന്ദവ കുടുംബങ്ങൾ. ഇന്നോടെ വന്ന് നോക്കുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ ഇവിടുത്തെ പോയി, കടകളൊക്കെ ആ സ്ഥാനം പിടിച്ചിട്ട് എനിക്ക് വലിയ വിഷമം അത് കാണുമ്പോൾ. അന്ന് അവർ വന്ന് ഇവിടെ വികാരിയച്ഛനോട് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഇന്ന് കാണുന്ന മനോഹരമായ രീതിയിലേക്ക് നമ്മുടെ ഈ കപ്പേണ മാറിയത്. വൈകിട്ട് ഇവിടെ വരുമ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് രാത്രി വൈകിട്ട് 6-6:30 ആയിട്ട് അവർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും രാവിലെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബസ്സൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ ട്രിപ്പ് ബസ്സുകൾ തുടങ്ങുന്നത് കാണും. ചിലപ്പോൾ ലോറിയൊക്കെ ദൂരെ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് ഇതിനുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഈ പുണ്യവാളൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന, സായുജ്യമാണെന്ന് പോവുകയും തിരിച്ചു വരുമ്പോൾ പോലും പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പല മുഖങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇവിടെ ഡെവലപ്മെൻ്റൊക്കെ വരുന്നു എന്ന് കേട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ പുണ്യാളൻ്റെ കപ്പേള ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇല്ലച്ച അതിനൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല, അച്ഛനത് പേടിക്കേണ്ടതെന്ന് നമ്മുടെ ഇടവകയോടൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈയടിച്ച് സാറിൻ്റെ ആ ഉറപ്പിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. ഏതായാലും സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ഈ ദേവാലയത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇവിടെ നമ്മുടെ പിതാവ് ഉൾപ്പെടെ നമ്മുടെ ഈ വേദിയിൽ സന്നിഹിതരാണ്. ഞാൻ പലപ്പോഴും ഒരു മുൻ ജനപ്രതിനിധിയെ എന്തിനാണ് സാധാരണ പല പരിപാടികളൊക്കെ ഇങ്ങനെ ക്ഷണിക്കുന്ന പതിവില്ല. മുൻ ജനപ്രതിനിധി, അവരുടെ ജനപ്രതിനിധി ആരാണോ അവരാണ് സാധാരണക്കാരൻ. അപ്പോൾ ഞാനിപ്പോൾ വേദിയിലിരിക്കുന്നത് നമ്മുടെ അഭ്യന്തരായ പിതാവ് കൂടി ഉള്ളതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാനൊരു ക്രിസ്തുമത വചനങ്ങൾ പിന്തുടരുന്നവരാണ്, എന്നാൽ പരിപൂർണമായ ഒരു ക്രിസ്തുമത വിശ്വാസിയല്ല. ഇവിടുത്തെ ഇടവക രജിസ്റ്ററിൻ്റെ പേരുമില്ല. പക്ഷേ നമ്മുടെ ഈ പള്ളിയുടെ ഇടവക അംഗമായി സ്നേഹത്തോടെ എന്നെ കഴിഞ്ഞ 5 വർഷക്കാലവും കൊണ്ടു നടന്നത് നമ്മുടെ ഈ ഇടവക അംഗങ്ങളാണ്, നമ്മുടെ ഇവിടുത്തെ വികാരിയച്ഛൻ കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്. സെൻറ് മേരീസ് സ്കൂളിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സിലോർക്കുന്നത്. ആ പള്ളിയുടെ മുറ്റത്ത് ഓടി നടന്ന് കളിച്ച് പള്ളിയിലെ പ്രാർത്ഥനയും എല്ലാം അറിയില്ല എങ്കിലും അവിടെ ചെന്ന് കൈകൂപ്പിയിരുന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. ഇപ്പോഴും ദിവസവും രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴി എന്നും ഒരു 41 വർഷമായിട്ട് ഇവിടെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ഈ വാർഡിലെ ഒരു ജനപ്രതിനിധിയായി ഈ ആരാധനാലയത്തിലെ ഈ പള്ളിമുറ്റത്ത് വന്ന് നിന്ന് ഇത്രയും സഹോദരന്മാർ ഇരിക്കുന്ന ഈ വേദിയിൽ, വിശിഷ്ട വ്യക്തിയായ ബിഷപ്പും ഇരിക്കുന്ന ഈ വേദിയിൽ, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് നമ്മളുടെ MLA, ഒരു സഹോദരനും കൂടിയാണ്. അങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കാണുവാനും നമ്മളുടെ പള്ളിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും കിട്ടിയ അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ജഗദീശ്വരനോട് ആദ്യമായി മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നന്ദിയും ആശംസയുമാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇടവക വിശ്വാസത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും വളർന്നു വന്നു. അനേകം വൈദികരുടെയും സന്യസ്തരുടെയും സമർപ്പണ മനോഭാവമുള്ള വിശ്വാസികളുടെയും പ്രാർത്ഥനയും അധ്വാനവും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. നമുക്ക് ഈ ഇടവക എന്ന ജൂബിലി നിറവിലായിരിക്കുമ്പോൾ നമ്മുടെ പൂർവികരെ നമുക്ക് സ്മരിക്കാം, അവരെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പെരുമ്പാവൂരിൻ്റെ MLA ശ്രീ മനോജ് മൂർത്തിയണ്ണ അവர்களെ, യോഗത്തിൻ്റെ മുഖ്യാതിഥിയായിരിക്കുന്ന പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട G. പത്മകുമാർ സാർ അവர்களെ,
ബഹുമാനപ്പെട്ട ഫെറോന വികാരി ഫ്രാൻസിസ് കമ്പോളത്തുമ്പിൽ അച്ഛ, ബഹുമാനപ്പെട്ട അജയച്ച, ഇടവുകാരി ജോർജച്ച, മുനിസിപ്പൽ കൗൺസിലർ ലതാസ് കുമാരൻ, മുൻ കൗൺസിലർ ശ്രീ അഭിലാഷ്, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരെ, സന്യസ്തരെ, വൈദികരെ, ഇടവകളെ, നമ്മുടെ ഇടവകയുടെ വളർച്ചയെപ്പറ്റിയും നമ്മുടെ ആത്മീയ വളർച്ചയെപ്പറ്റിയുമല്ല മുൻപ് സംസാരിച്ച എല്ലാവരും വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കതിൽ വളരെയധികം അഭിമാനിക്കാം, സന്തോഷിക്കാം. അതിന് ഇവിടെ പറഞ്ഞ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചി, വരാപ്പുഴ, മൂന്നാർ മേഖലകളിൽ നിന്ന് ഇവിടെ വന്ന് റേൻസിൽ ജോലിക്കാരായിട്ടും അതുപോലെ തന്നെ മറ്റു തൊഴിലുകൾക്കായിട്ടും ഇവിടെ വന്ന് ഒരു സമൂഹമായി, ഒരു കുടുംബമായി, ഇവിടെ സെൻറ് ജോർജ് ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ ഇടവകയ്ക്കും അതുപോലെ തന്നെ സഭയ്ക്കും വളരെ ശക്തിയായി നമ്മൾ നിലകൊള്ളുകയാണ്. നമുക്കറിയാം, ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും എത്രമാത്രം അനുഗ്രഹം ഈ ദേവാലയത്തിൽ കിട്ടുന്നുള്ള കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇപ്പം അത് ഒരു സാക്ഷ്യമായിട്ട് തന്നെ ഇവിടെ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിച്ചു എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. വിജൂത രൂപത സഹായകത്വാൻ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മട്ടപ്പള്ളി പിതാവാണ്. നമുക്കറിയാം, ഏതൊരാവശ്യത്തിനും നമ്മുടെ ഈ ഇടവകയിലേക്ക് വളരെ സ്നേഹപൂർവ്വം കടന്നു വരുന്ന പിതാവാണ്. ഇന്നും ഇവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകി ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച് അധ്യക്ഷ പ്രസംഗം നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ പിതാവിന് ഏറ്റവും സ്നേഹപൂർവ്വം ഇടവകത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്തത് പെരുമ്പാവൂരിന്റെ MLA ശ്രീ മനോജ് മൂത്തടൻ അവர்களാണ്. നമ്മൾ ശരിക്കും പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ അധ്യക്ഷ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% നമ്മുടെ ഇടയിൽ ശരിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ മുന്നോട്ടുള്ള ഓരോ കാര്യത്തിലും നമുക്ക് സഹായമായിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാം. അദ്ദേഹത്തിന് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇപ്പൊ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ കാര്യമൊക്കെ വളരെ കാര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ സെൻറ് ജോർജ് ഇടവകയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ മുഖ്യാതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജി പത്മകുമാർ സാർ അവர்களാണ്. അദ്ദേഹം പാലക്കാട് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആൻഡ് സിവിൽ ജഡ്ജാണ്. പുല്ലുവഴിയിലാണ് വീട്. നമ്മുടെ ദേവാലയത്തിലെ നിത്യ സന്ദർശകനാണ് അദ്ദേഹം നമ്മുടെ ഈ അച്ഛൻ വിളിക്കുമ്പോൾ തന്നെ ഞാനങ്ങൾ ഒന്നിച്ച് പോകുമ്പോഴാണ് അച്ഛൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ തന്നെ ഇവിടെ വരാമെന്നും ഇതിൽ സംബന്ധിക്കാമെന്നും അദ്ദേഹം അതിന് വാക്ക് കൊടുത്തു. അദ്ദേഹം ഇവിടെ മുഖ്യാതിഥിയായിട്ട് നമുക്കൊരു സന്ദേശം നൽകി. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം ഇടവ സമൂഹത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അടുത്തായി നമ്മുടെ പ്രധാന വികാരി റവറൻഡ് ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തുമ്പിൽ അച്ഛനാണ്. അച്ഛനും ഇവിടെ പ്രധാന വികാരിയായിട്ട് വന്നിട്ട് അതിനാളായിട്ടില്ല. നമ്മൾ തിരുനാളിൽ ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിച്ചിരുന്നു. ഇടയ്ക്കിടെ അച്ഛനോട് വന്നു പോകാറുണ്ട്. അതിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആത്മീയ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നതിന് ഏറ്റവും സ്നേഹപൂർവ്വം ഇടവകയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറ്റവും